ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. CPIക്ക് മുന്നിൽ വഴങ്ങി CPIM. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം നിഷേധിച്ച CPIM നടപടി പ്രതിഷേധിച്ച് CPI LDF ബന്ധം ഉപേക്ഷിച്ച് പോവുകയാണെന്ന പ്രസ്താവനയെ തുടർന്നുണ്ടായ അടിയന്തര ചർച്ചയിലാണ് തീരുമാനം. പ്രിയ നാട്ടുകാരെ, അല്പം മുമ്പ് വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനത്തിൽ ഉണ്ടായിരുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനം CPIക്ക് നിഷേധിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് അല്പസമയം മുമ്പ് തിരുത്തപ്പെട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അർഹതപ്പെട്ട CPIക്ക് അർഹതപ്പെട്ട വൈസ് പ്രസിഡന്റ് സ്ഥാനം CPIക്ക് തന്നെ നൽകുമെന്ന് അല്പം മുമ്പ് അറിയിപ്പ് ലഭിച്ചു. നമ്മളെടുത്ത ശക്തമായ നിലപാടുകളുടെ വിജയമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പിൻ്റെ വിജയമായിട്ടും ആണ് CPI ഇതിനെ കാണുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം കേരളത്തെ ജനങ്ങൾ വളരെ ആശയോടുകൂടി കണ്ടുപോകുന്നതാണ്. സുസ്ഥിരമായ ഒരു വികസനം പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിനകത്ത് നടക്കണമെങ്കിൽ സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനം ഉണ്ടായി പോകണം. അതിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം എടുത്ത ഇപ്പോഴത്തെ തീരുമാനം തീർച്ചയായും ശ്ലാഘനീയമാണ്. ആ തീരുമാനത്തിനോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നു. ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി സഖാവ് രജിത മനോജ് നാളെ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഇടതുപക്ഷ ജനാധിപത്യത്തിനുണ്ട് എല്ലാവിധ പിന്തുണയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കും, വിജയിക്കുകയും ചെയ്യും. വൈസ് പ്രസിഡന്റ് സ്ഥാനം CPIക്ക് നൽകാമെന്ന് LDF മുന്നണി തീരുമാനമെടുത്തു. ഇതേ തുടർന്ന് നാളെ നടക്കുന്ന പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വൈസ് പ്രസിഡന്റായി രജിത മനോജിനെ CPI നിർദ്ദേശിച്ചു. CCV ന്യൂസ്, പാഞ്ഞാൾ.